വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നോക്കൂ, ഞാൻ നിന്നെ ഫറവോയ്ക്ക് ദൈവമായി നൽകിയിരിക്കുന്നു. നിന്റെ സഹോദരൻ അഹ്റോൻ നിന്റെ പ്രവാചകനായിരിക്കും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ സംസാരിക്കണം. നിന്റെ സഹോദരൻ അഹ്റോനാകട്ടെ ഫറവോയോട് അവന്റെ രാജ്യത്ത് നിന്ന് ഇസ്രായേലിനെ വിട്ടയക്കുന്നതിന് വേണ്ടി സംസാരിക്കും. ഞാൻ ഫറവോയുടെ ഹൃദയം കടുപ്പിക്കും. ഈജിപ്ത് നാട്ടിൽ എൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഞാൻ വർദ്ധിപ്പിക്കും. എന്നാൽ ഫറവോ നിങ്ങളെ ശ്രവിക്കുകയില്ല. അപ്പോൾ ഞാൻ ഈജിപ്തിൽ എൻ്റെ കൈവയ്ക്കും. എൻ്റെ സൈന്യങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേല്യരെ ഈജിപ്ത് നാട്ടിൽ നിന്ന് കഠിനമായ ശിക്ഷാവിധിയാൽ ഞാൻ പുറത്തു കൊണ്ടുവരും. ഈജിപ്തിനു മേൽ എൻ്റെ കൈ നീട്ടി അവരുടെ ഇടയിൽ നിന്ന് ഞാൻ ഇസ്രായേല്യരെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ അറിയും. മോശയും അഹ്റോനും ചെയ്യാൻ കർത്താവ് കൽപ്പിച്ച പ്രകാരം തന്നെ അവർ പ്രവർത്തിച്ചു. അവർ ഫറവോയോട് സംസാരിക്കുമ്പോൾ മോശയ്ക്ക് 80 വയസ്സും അഹ്റോന് 83 വയസ്സും പ്രായമായിരുന്നു. കർത്താവ് മോശയോടും അഹ്റോനോടും ഇപ്രകാരം അരുൾ ചെയ്തു, ഫറവോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പറയും, നിങ്ങളുടേതായ ഒരു അത്ഭുതം തരൂ. അപ്പോൾ നീ അഹ്റോനോട് നിന്റെ വടിയെടുത്ത് ഫറവോയുടെ മുൻപിലേക്ക് ഇടുക എന്ന് പറയണം. അതൊരു സർപ്പമായി തീരും. മോശയും അഹ്റോനും ഫറവോയുടെ അടുക്കൽ ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അഹ്റോൻ തന്റെ വടി ഫറവോയുടെ മുൻപിലും അവന്റെ സേവകരുടെ മുൻപിലും എറിഞ്ഞു. അത് സർപ്പമായി. അപ്പോൾ ഫറവോ ജ്ഞാനികളെയും മന്ത്രവാദികളെയും വിളിച്ചു. അവരും, അതായത് ഈജിപ്തിലെ ആഭിചാരകരും, തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ അങ്ങനെ തന്നെ ചെയ്തു. ഓരോരുത്തനും തന്റെ വടി നിലത്തെറിഞ്ഞപ്പോൾ അവ സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹ്റോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങി. കർത്താവ് പ്രസ്താവിച്ചിരുന്നത് പോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അവൻ അവരെ ശ്രവിച്ചില്ല. കർത്താവ് മോശയോട് പറഞ്ഞു, ഫറവോയുടെ ഹൃദയം കഠിനമാണ്. ജനത്തെ വിട്ടയക്കാൻ അവൻ വിസമ്മതിക്കുന്നു. പ്രഭാതത്തിൽ നീ ഫറവോയുടെ അടുത്തേക്ക് പോകുക. ഇതാ, അവൻ ജലാശയത്തിലേക്ക് പുറപ്പെടുന്നു. അവനെ കണ്ടുമുട്ടാൻ നീ നൈൽ തീരത്ത് നിൽക്കണം. സർപ്പമായി മാറിയ വടിയും നിന്റെ കയ്യിലെടുക്കണം. നീ അവനോട് പറയണം, മരുഭൂമിയിൽ എന്നെ ശുശ്രൂഷിക്കുന്നതിന് എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പറയാൻ ഹെബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചു. എന്നാൽ ഇതാ, നീ ഇതുവരെ ശ്രവിച്ചില്ല. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഇതുമൂലം ഞാനാണ് കർത്താവെന്ന് നീ അറിയും. ഇതാ, ഞാൻ എൻ്റെ കയ്യിലുള്ള വടികൊണ്ട് നദിയിലെ ജലത്തിന്മേൽ അടിക്കും. അത് രക്തമായി മാറും. നദിയിലെ മത്സ്യങ്ങൾ ചത്തുപോകും. നദി ദുർഗന്ധം വമിക്കും. നദിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് ഈജിപ്തുകാർക്ക് അറപ്പുളവാക്കും. കർത്താവ് മോശയോട് ആജ്ഞാപിച്ചു, അഹ്റോനോട് പറയുക, നീ നിന്റെ വടിയെടുക്കുക. ഈജിപ്തുകാരുടെ ജലസ്രോതസ്സുകൾക്കുമേൽ, അവരുടെ ജലപ്രവാഹങ്ങളുടെയും നദികളുടെയും കുളങ്ങളുടെയും എല്ലാ ജലശേഖരങ്ങളുടെയും മേൽ നിന്റെ കൈ നീട്ടുക. അവ രക്തമായി മാറട്ടെ. ഈജിപ്ത് നാട്ടിൽ മുഴുവൻ മറവികളിലും കൽപ്പാത്രങ്ങളിലും രക്തമുണ്ടായിരിക്കും. കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ മോശയും അഹ്റോനും പ്രവർത്തിച്ചു. ഫറവോയുടെയും അവന്റെ സേവകരുടെയും കൺമുൻപിൽ വെച്ച് അവൻ വടി ഉയർത്തി നദീജലത്തെ പ്രഹരിച്ചു. നദിയിലെ ജലമാകെ രക്തമായി മാറി. നദിയിലുണ്ടായിരുന്ന മത്സ്യങ്ങൾ ചത്തു. നദി ദുർഗന്ധം വമിച്ചു. ഈജിപ്തുകാർക്ക് നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല. ഈജിപ്ത് നാട്ടിലെങ്ങും രക്തമായിരുന്നു. ഈജിപ്തിലെ ആഭിചാരകരും തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ അങ്ങനെ ചെയ്തു. കർത്താവ് പ്രസ്താവിച്ചിരുന്നത് പോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അവൻ അവരെ ശ്രവിച്ചില്ല. ഫറവോ മുഖം തിരിച്ച് സ്വഭവനത്തിലേക്ക് പോയി. ഇതിലും അവൻ തന്റെ ഹൃദയം പതിച്ചില്ല. നദീജലത്തിൽ നിന്ന് കുടിക്കാനാകാത്തതിനാൽ ഈജിപ്തുകാരെല്ലാം കുടിവെള്ളത്തിനായി നദീ പരിസരത്ത് കുഴികൾ ഉണ്ടാക്കി. കർത്താവ് നദിയെ പ്രഹരിച്ചിട്ട് 7 ദിവസം പൂർത്തിയായി. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഫറവോയുടെ അടുക്കൽ പോയി അവനോട് പറയുക, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, എന്നെ ശുശ്രൂഷിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക.
വിട്ടയക്കാൻ നീ സമ്മതിക്കാത്ത പക്ഷം ഇതാ തവളകളെ കൊണ്ട് നിന്റെ ഭൂപ്രദേശത്തെ ആകെ ഞാൻ ശിക്ഷിക്കും. നൈൽ നിറഞ്ഞ് തവളകൾ നിന്റെ വീട്ടിലും കിടപ്പുമുറിയിലും മെത്തമേലും നിന്റെ സേവകരുടെ വീടുകളിലും നിന്റെ ജനത്തിനിടയിലും അടുപ്പുകളിലും മാവ് കുഴയ്ക്കുന്ന പാത്രങ്ങളിലും കയറി വരും. നിന്റെയും നിന്റെ ജനത്തിന്റെയും നിന്റെ എല്ലാ സേവകരുടെയും മേൽ തവളകൾ കയറിപ്പറ്റും. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം. കർത്താവ് മോശയോട് കൽപ്പിച്ചു, അഹറോനോട് പറയുക, അവരുടെ ജലപ്രവാഹങ്ങളുടെയും നദികളുടെയും കുളങ്ങളുടെയും മേൽ വടിയോടൊപ്പം നിന്റെ കൈ നീട്ടുക. ഈജിപ്ത് ദേശത്ത് തവളകൾ കയറാൻ ഇടയാക്കുക. ഈജിപ്തിലെ ജലത്തിന്മേൽ അഹറോൻ തന്റെ കൈ നീട്ടി. അപ്പോൾ തവള കയറി ഈജിപ്ത് ദേശം മൂടി. തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ ആഭിചാരകരും അങ്ങനെ തന്നെ ചെയ്തു. അവർ ഈജിപ്ത് ദേശത്ത് തവളകൾ കയറാൻ ഇടയാക്കി. അപ്പോൾ ഫറവോ മോശയെയും അഹ്റോനെയും വിളിച്ചു പറഞ്ഞു, എന്നിൽ നിന്നും എന്റെ ജനത്തിൽ നിന്നും തവളകളെ അകറ്റിക്കളയുന്നതിന് കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുവിൻ. കർത്താവിന് ബലിയർപ്പിക്കാൻ ജനത്തെ ഞാൻ വിട്ടയക്കാം. മോശ ഫറവോയോട് പറഞ്ഞു, നീ എന്നോട് തെളിച്ചു പറയുക, തവളകളെ നിന്നിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അകറ്റാൻ നിനക്കും സേവകർക്കും ജനത്തിനും വേണ്ടി ഞാൻ എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്? അവ നദിയിൽ മാത്രം ശേഷിച്ചുകൊള്ളും. അവൻ പറഞ്ഞു, നാളെ തന്നെ, നിന്റെ വാക്കുപോലെ എന്ന് അവൻ പ്രത്യുത്തരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ പോലെ മറ്റാരുമില്ലെന്ന് അതുമൂലം നീ അറിയും. തവളകൾ നിന്നിൽ നിന്നും നിന്റെ വീടുകളിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും അകന്നു മാറും. അവ നദിയിൽ മാത്രം ശേഷിക്കും. മോശയും അഹ്റോനും ഫറവോയുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയി. ഫറവോക്കെതിരെ കർത്താവ് വിട്ടിരുന്ന തവളകളെ പ്രതി മോശ അവിടത്തോട് നിലവിളിച്ചു. മോശയുടെ അഭ്യർത്ഥന പോലെ കർത്താവ് പ്രവർത്തിച്ചു. വീടുകളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും വയലുകളിൽ നിന്നും തവളകൾ ചത്തൊടുങ്ങി. അവർ അവയെ കൂനകളായി കൂട്ടി. നാട് ദുർഗന്ധം വമിച്ചു. സ്വൈരം കൈവന്നു എന്ന് കണ്ടപ്പോൾ കർത്താവ് പ്രസ്താവിച്ചിരുന്നതുപോലെ ഫറവോ ഹൃദയം കഠിനമാക്കി. അവൻ അവരെ ശ്രവിച്ചതുമില്ല. കർത്താവ് മോശയോട് ആജ്ഞാപിച്ചു, അഹ്റോനോട് പറയുക, നിന്റെ വടി നീട്ടി നിലത്തെ പൂഴിയിൽ അടിക്കുക. അപ്പോൾ അത് ഈജിപ്ത് നാട്ടിലാകെ പേനായി തീരും. അവർ അങ്ങനെ ചെയ്തു. അഹ്റോൻ തന്റെ കൈ നീട്ടി വടികൊണ്ട് നിലത്തെ പൂഴിയിൽ അടിച്ചു. അത് മനുഷ്യരിലും മൃഗങ്ങളിലും പേനായി മാറി. ഈജിപ്ത് നാട്ടിലെങ്ങും നിലത്തെ പൂഴി മുഴുവൻ പേനായി മാറി. ആഭിചാരകരും തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ പേൻ പുറപ്പെടുവിക്കുന്നതിന് അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ അവർക്ക് സാധിച്ചില്ല. മനുഷ്യനിലും മൃഗത്തിലും പേനുണ്ടായിരുന്നു. അപ്പോൾ ആഭിചാരകർ ഫറവോയോട് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ വിരലാണ്. എന്നാൽ കർത്താവ് പ്രസ്താവിച്ചിരുന്നത് പോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അവൻ അവരെ ശ്രവിച്ചില്ല. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീ അതിരാവിലെ എഴുന്നേറ്റ് ഫറവോയുടെ മുൻപിൽ നിലയുറപ്പിക്കണം. ഇതാ അവൻ ജലാശയത്തിലേക്ക് പുറപ്പെടുന്നു. നീ അവനോട് പറയണം, കർത്താവ് ഇങ്ങനെ പറയുന്നു, എന്നെ ശുശ്രൂഷിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക. എന്റെ ജനത്തെ നീ വിട്ടയക്കാത്ത പക്ഷം ഇതാ ഞാൻ നിന്റെയും നിന്റെ സേവകരുടെയും ജനത്തിന്റെയും ഭവനങ്ങളുടെയും മേൽ ഈച്ചക്കൂട്ടത്തെ അയക്കും. ഈജിപ്തുകാരുടെ ഭവനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന മണ്ണ് പോലും ഈച്ച കൊണ്ട് നിറയും. എന്നാൽ എന്റെ ജനം സന്നിഹിതരായിരിക്കുന്ന ഗോഷേൻ നാടിനെ അവിടെ ഈച്ച ഉണ്ടാകാത്ത വിധം ആ ദിവസം ഞാൻ ഒഴിവാക്കി നിർത്തും. ഭൂമധ്യേ ഞാനാണ് കർത്താവെന്ന് അതുമൂലം നീ അറിയും. എന്റെ ജനത്തിനും നിന്റെ ജനത്തിനും ഇടയിൽ ഒരു വേർതിരിവ് ഞാൻ വെക്കും. നാളെ തന്നെ ഈ അടയാളം ഉണ്ടാകും. കർത്താവ് അങ്ങനെ പ്രവർത്തിച്ചു. ഫറവോയുടെ വീട്ടിലും അവന്റെ സേവകരുടെ വീട്ടിലും ഈജിപ്ത് നാടെങ്ങും കനത്ത ഈച്ചക്കൂട്ടം വന്നു ചേർന്നു. ഈച്ചക്കൂട്ടത്താൽ നാട് വലഞ്ഞു. അപ്പോൾ മോശയെയും അഹ്റോനെയും വിളിച്ച് ഫറവോ പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവത്തിന് നാട്ടിൽ തന്നെ ബലിയർപ്പിക്കുക. മോശ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കളാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങൾ ബലിയർപ്പിക്കുന്നത്. നോക്കൂ, ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കൾ അവരുടെ മുൻപിൽ ബലിയർപ്പിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലേ? അതിനാൽ ഞങ്ങൾ മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി നടന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് കൽപ്പിക്കുന്നതനുസരിച്ച് അവിടത്തേക്ക് ബലിയർപ്പിക്കട്ടെ. അപ്പോൾ ഫറവോ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് മരുഭൂമിയിൽ ബലിയർപ്പിക്കാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം. നിങ്ങൾ വളരെ അകലേക്ക് പോകരുതെന്ന് മാത്രം എനിക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുവിൻ. മോശ പറഞ്ഞു, ഇതാ ഞാൻ നിന്റെ അടുത്തു നിന്ന് പുറപ്പെടുകയാണ്. ഞാൻ കർത്താവിനോട് അപേക്ഷിക്കും. നാളെ ഫറവോയിൽ നിന്നും തന്റെ സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചക്കൂട്ടം അകന്നു പോയിരിക്കും.
കർത്താവിന് ബലിയർപ്പിക്കാൻ ജനത്തെ വിട്ടയക്കാതെ ഫറവോ വഞ്ചിക്കുന്നത് ആവർത്തിക്കാതിരുന്നാൽ മതി. മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പുറത്തുപോയി കർത്താവിനോട് അപേക്ഷിച്ചു. മോശയുടെ അഭ്യർത്ഥന പോലെ കർത്താവ് പ്രവർത്തിച്ചു. ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചക്കൂട്ടം അകന്നു മാറി. ഒരെണ്ണവും അവശേഷിച്ചില്ല. എന്നാൽ ഫറവോ ഈ പ്രാവശ്യവും ഹൃദയം കഠിനമാക്കി. അവൻ ജനത്തെ വിട്ടയച്ചില്ല. 41 സങ്കീർത്തനം. ദരിദ്രനോട് പരിഗണനയുള്ളവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ കാക്കുകയും ദീർഘായുസ്സുള്ളവനാക്കുകയും ഭൂമിയിൽ അനുഗ്രഹീതനാക്കുകയും ചെയ്യും. അവിടുന്ന് അവനെ ശത്രുക്കളുടെ ആർത്തിക്ക് വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അവന് രോഗശയ്യയിൽ ശക്തി പകരും. രോഗാവസ്ഥയിലുള്ള അവന്റെ കിടപ്പെല്ലാം അങ്ങ് മാറ്റിക്കൊടുക്കും. ഞാൻ പറഞ്ഞു, കർത്താവെ, എന്നിൽ കനിയണമേ, എന്റെ ആത്മാവിനെ സുഖപ്പെടുത്തണമേ. എന്തെന്നാൽ ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു. എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് തിന്മ പറയുന്നു. അവൻ മരിക്കുന്നതും അവന്റെ നാമം നശിക്കുന്നതും എപ്പോൾ? എന്നെ കാണാൻ വരികയാണെങ്കിൽ അവന്റെ ഹൃദയം വ്യാജം സംസാരിക്കുന്നു. അവൻ ദോഷം സ്വരൂപിച്ച് പുറത്തുപോയി പ്രസംഗിക്കുന്നു. എന്നെ വെറുക്കുന്നവരെല്ലാം ഒന്നടങ്കം എനിക്കെതിരെ പിറുപിറുക്കുന്നു. എനിക്ക് തിന്മയായത് അവർ എനിക്കെതിരെ നിരൂപിക്കുന്നു. മാരകമായത് എന്തോ അവനെ പിടികൂടിയിരിക്കുന്നു. അവൻ കിടന്നുപോയി, ഇനി എഴുന്നേൽക്കുകയില്ല. ഞാൻ ആശ്രയിച്ചവനും എന്റെ അപ്പം ഭക്ഷിച്ചവനുമായ എന്റെ സ്നേഹിതൻ പോലും എനിക്കെതിരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. കർത്താവായ അങ്ങ് എന്നിൽ കനിഞ്ഞ് എന്നെ എഴുന്നേൽപ്പിക്കണമേ. ഞാൻ അവരോട് പകരം ചോദിക്കട്ടെ. എന്റെ ശത്രു എന്റെ മേൽ വിജയം നേടാത്തതുകൊണ്ട് അങ്ങ് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ നിഷ്കളങ്കനായതിനാൽ അങ്ങ് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിൽ നിലനിർത്തുകയും ചെയ്തു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ, ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 36 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം യേശു അവരോടൊത്ത് ഗത്സമനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യരോട് പറഞ്ഞു, ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സെബദിയുടെ 2 പുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും വ്യാകുലപ്പെടാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എന്റെ ആത്മാവ് തീവ്ര ദുഃഖത്താൽ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ ഇവിടെ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, എന്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല, നീ ഇച്ഛിക്കുന്ന പോലെ ആകട്ടെ. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധം, ശരീരം ദുർബലം. 2ാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു, എന്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകാൻ സാധ്യമല്ലെങ്കിൽ നിന്റെ ഹിതം ഭവിക്കട്ടെ. അവൻ വീണ്ടും വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. അവൻ 3ാം പ്രാവശ്യവും അവരെ വിട്ടുപോയി അതേ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ ഇനിയും ഉറങ്ങി വിശ്രമിച്ചു കൊള്ളുക. ഇതാ സമയം അടുത്തിരിക്കുന്നു. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി. അവനോടുകൂടെ പുരോഹിത പ്രമുഖന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ നിന്ന് വാളുകളും വടികളുമായി വലിയ ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. ഒറ്റുകാരൻ അവർക്ക് ഈ അടയാളം നൽകിയിരുന്നു, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ, അവനെ പിടിച്ചുകൊള്ളുക. അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് ഗുരോ സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. യേശു അവനോട് ചോദിച്ചു, സ്നേഹിത, നീ എന്തിനാണ് വന്നത്? അപ്പോൾ അവർ മുന്നോട്ട് വന്ന് യേശുവിനെ പിടിച്ചു. യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ കൈ നീട്ടി വാളൂരി പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ ചെവി ഛേദിച്ചു കളഞ്ഞു. യേശു അവനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. എന്തെന്നാൽ വാളെടുക്കുന്നവരെല്ലാം വാളാൽ നശിക്കും. എനിക്ക് എന്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന്
എനിക്ക് തന്റെ ദൂതന്മാരുടെ 12-ലേറെ വ്യൂഹങ്ങൾ അയച്ചു തരികയില്ലെന്നും നീ വിചാരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ഇപ്രകാരം സംഭവിക്കണമെന്ന വിശുദ്ധ ലിഖിതങ്ങൾ എങ്ങനെ നിറവേറും? ആ സമയത്ത് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളുകളും വടികളുമായി നിങ്ങൾ എന്നെ ബന്ധിക്കാൻ വന്നിരിക്കുന്നുവോ? ഞാൻ ദിവസവും ദേവാലയത്തിലിരുന്ന് നിങ്ങളെ പഠിപ്പിച്ചിരുന്നു, നിങ്ങൾ എന്നെ പിടിച്ചില്ല. പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതൊക്കെയും സംഭവിച്ചത്. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാ